ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അടികൾ നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? സംശയമൊന്നുമില്ല, അത് ഭക്ഷണത്തിന്റെ പേരിൽ തന്നെയാണ്. വളരെ ലിമിറ്റഡായി മാത്രം നൽകുന്ന ആഹാരത്തിന്റെ പേരിൽ എല്ലാ സീസണിലും മത്സരാർത്ഥികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ സീസൺ 7ലേക്ക് എത്തുമ്പോൾ ഭക്ഷണം മാത്രമല്ല, വസ്ത്രവും മേക്കപ്പും ആക്സസറീസും അടക്കമുള്ള എല്ലാം അവർക്ക് നിഷേധിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണാനായത്. ഭക്ഷണത്തെക്കാളേറെ മേക്കപ്പിന്റെയും വസ്ത്രങ്ങളുടെയും പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും ബിഗ് ബോസിന്റെ ഈ നിയമം പാലിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് ബി വീട്ടിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ പറയുന്നത്. പറഞ്ഞു വരുന്നത് ജിസേലിനെ കുറിച്ച് തന്നെയാണ്. ഒരു മോഡലായ ജിസേൽ തീർച്ചയായും വീട്ടിലെ മറ്റുള്ളവരെക്കാൾ ബ്യൂട്ടി കോൺഷ്യസ് ആയ ആളാണ്. കൂടാതെ അവർ പലതരം കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുമുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ജിസേലിന്റെ ആത്മവിശ്വാസത്തെ രൂപപ്പെടുത്തുന്നതിൽ അവർ ധരിക്കുന്ന ഫാഷനബിൾ വസ്ത്രങ്ങൾക്കും അവരുടെ മേക്കപ്പിനും വലിയ പങ്കുമുണ്ട്. എന്നാൽ ബിഗ് ബോസ് പോലെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അവിടെയുള്ള നിയമങ്ങളെ അനുസരിക്കേണ്ടതും പ്രധാനമാണ്. ജിസേൽ ഒരു നല്ല മത്സരാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവർ നടത്തുന്ന ഇത്തരം തുടർച്ചയായ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് അനിവാര്യവുമാണ്. ആംബാൻഡ് കയ്യിലില്ലാത്തവർക്ക് മേക്കപ്പ് സാധനങ്ങളോ സ്വന്തം വസ്ത്രങ്ങളോ ഒന്നും ധരിക്കാൻ ബിഗ് ബോസ് ഇത്തവണ അനുവാദം നൽകിയിട്ടില്ല. പക്ഷേ ജിസേൽ പലതരത്തിലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവയെല്ലാം ഉപയോഗിക്കുകയാണ്. ബിഗ് ബോസ് നൽകിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കണമെന്ന നിർദ്ദേശമുള്ളപ്പോഴും ജിസേൽ തന്റെ സ്വന്തം വസ്ത്രങ്ങളാണ് അവിടെ ഇടുന്നത്. ബിഗ് ബോസ് നൽകിയ ഉടുപ്പ് കീറിപ്പോയെന്നും അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ അനുവദിച്ചു തന്ന തന്റെ വസ്ത്രങ്ങളാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് എന്നും ജിസേൽ വാദിക്കുമ്പോഴും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബോഡി സ്യൂട്ടുകൾ അടക്കമുള്ള വസ്ത്രങ്ങളാണ്. മറ്റുള്ള മത്സരാർത്ഥികളും ബിഗ് ബോസും അടക്കം ഇത് ചൂണ്ടിക്കാട്ടിയിട്ടും ജിസേൽ ഇത്തരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുകയുമാണ്. തന്റെ വസ്ത്രം കീറിപ്പോയി എന്നതാണ് ഇതിന് ജിസേൽ പറയുന്ന ന്യായമെങ്കിലും ഉടുപ്പ് കീറിയത് ജിസേൽ തന്നെ ആകാമെന്നാണ് വീടിനകത്തും പുറത്തുമുള്ള ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. മേക്കപ്പിനോടുള്ള ജിസേലിന്റെ അമിതമായ താല്പര്യവും തുടർച്ചയായി നിയമങ്ങൾ ലംഘിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആംബാൻഡ് ഇല്ലാത്തവർ ഒരു മേക്കപ്പ് പ്രോഡക്റ്റും ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ജിസേൽ രഹസ്യമായി ഇവയെല്ലാം ഇപ്പോഴും ഉപയോഗിക്കുകയാണ്. വീട്ടിലെ മറ്റുള്ളവർ ഉണരുന്നതിന് മുമ്പും വാഷ്റൂം ഏരിയയിലും ഒക്കെയായി ജിസേൽ മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് പലപ്പോഴും ക്യാമറ കണ്ണുകളിൽ കുടുങ്ങിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ജിസേൽ ഉപയോഗിച്ച ടിഷ്യൂവിൽ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നുവെന്നും ഇത് ശരിയായ കാര്യമല്ലെന്നും വീട്ടിലുള്ള സ്ത്രീകൾ ഒറ്റക്കെട്ടായി പറഞ്ഞപ്പോൾ അത് എണ്ണയാണ് എന്ന് വാദിക്കാനാണ് ജിസേൽ ശ്രമിച്ചത്. വീണ്ടും ചോദ്യം ചെയ്യൽ തുടർന്നപ്പോഴാകട്ടെ അവരെല്ലാം ഗ്രൂപ്പായി ഗെയിം കളിക്കുകയാണ് എന്നും താൻ ആ ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്തതിലുള്ള ദേഷ്യത്തിൽ തന്നെ കോർണർ ചെയ്യുകയാണ് എന്നും വരുത്തി തീർക്കാനും ജിസേൽ ശ്രമിച്ചു.